ഹലോ ഹായ്, ഇന്നൊരു എണ്ണമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു മാസമായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം മുൻപേ ഇട്ട് വെച്ച്. അപ്പോൾ അതാ അതിനായിട്ട് ഇതുപോലെ നല്ല മൂത്ത പച്ച മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. അത് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത്. അതുപോലെ കണ്ടോ, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ആണ് കേട്ടോ, നല്ല എണ്ണ. അത് ചൂടായി കഴിയുമ്പോൾ ഒരു 15 കാശ്മീരി കൊല്ലമുളക് അത് ആദ്യം തന്നെ നമുക്ക് വറുത്തെടുക്കാം. മുളക് കരിയാതെ തന്നെ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് നല്ലപോലെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില അതൊരു പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിൽ ഫ്രൈ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനിയിപ്പോൾ ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മാങ്ങ ഉണ്ടല്ലോ, അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കണം. മാങ്ങ ഫ്രൈ ആയിട്ട് വരാനായിട്ട് കുറച്ച് നേരം എടുക്കട്ടോ. ഇടയ്ക്കൊക്കെ ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ അച്ചാറിന്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. വർഷങ്ങളോളം ഇരിക്കും ഈ എണ്ണമാങ്ങ അച്ചാർ. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റുകയാണ്. എന്നിട്ട് പിന്നെ അടുത്തതും കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയെല്ലാം ഇതുപോലെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലുണ്ടായിരുന്ന എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ചട്ടി തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയൊക്കെ ഇതുപോലെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം കായം പൊടിച്ചതാണ് കേട്ടോ, അതോട് ചേർത്തെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണോളം ഉണ്ട്, അതോട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ സ്പൂണ് എരിവുള്ള മുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോൾ വേണ്ടത് ഉപ്പാണ്. മാങ്ങ വറുത്തപ്പോഴൊന്നും നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ എന്നിട്ട് തീ ഒന്ന് കത്തിച്ചേക്കാം. എന്നിട്ട് പൊടികളൊന്നും കരിയാതെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഈ പൊടികളെല്ലാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എണ്ണ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു തവി മതി കേട്ടോ, ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ മാങ്ങാക്കൂട്ടിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തീയൊക്കെ ഓഫാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു കുപ്പിയിൽ ആക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഒരു മാസം കഴിഞ്ഞിട്ട് ഇതെടുത്ത് കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക്. അടുത്തൊരു ഓണ വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.